വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദുൽഖർ, ലോകേഷ് ആൻഡ് പൃഥ്വിരാജ്? എന്താണ് ആ വ്യത്യാസം? ആർക്കെങ്കിലും അറിയോ? വ്യത്യാസം പറയുന്നതിന് മുന്നേ ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്? ഒരേപോലെ നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും വലിയൊരു സിനിമകൾ എടുത്തു. അത് അങ്ങോട്ട് വിചാരിച്ച പോലെ വർക്കായില്ല. എംപുരാനാണ് പൃഥ്വിരാജിനെങ്കിൽ ദുൽഖറിന് കൊത്തയാണ്, അതുപോലെ കൂലിയാണ് ലൊക്കേഷന്. സിനിമയാവുമ്പോൾ ഫ്ലോപ്പാവും, ഹിറ്റാവും, ഇതൊക്കെ സ്ഥിരമായി നടക്കുന്ന കാര്യമില്ല. ഇത് വലിയ സംഭവമൊന്നും അല്ല. പക്ഷേ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഇതൊരു മിസ്റ്റേക്കാണ്, അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓരോ ന്യായീകരണങ്ങൾ നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്നുണ്ട്. എഡിറ്റിംഗ് അറിയാത്തവരൊന്നും എഡിറ്റിങ്ങിനെ കുറിച്ച് പറയണ്ടെന്ന് പറയും. കൊറിയയിലൊന്നും ഇങ്ങനെ ഈ റിവ്യൂ ഒന്നും ഇല്ല എന്ന് പറയും. അതുപോലെ ഈ ഹാർഡ് ഡിസ്ക് ആരും അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലോകേഷിൻ്റെ അടുത്ത് കൂലിയുടെ കാര്യം ചോദിക്കുമ്പോൾ ലോകേഷ് പറയുന്നത്, നിങ്ങൾ ഈ യൂട്യൂബിൽ ഓരോമാരുടെ വീഡിയോ ഒക്കെ കണ്ടെടുത്ത് ടൈം ട്രാവൽ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് വന്നിട്ടാണ് സിനിമ ഫ്ലോപ്പായതെന്നാണ് പുള്ളി പറയുന്നത്. അത് ആരുടെ കുഴപ്പം? ഓഡിയൻസിൻ്റെ കുഴപ്പമാണ് സിനിമ പൊട്ടിയതെന്നാണ് പറയുന്നത്. അതേപോലെ ദുൽഖറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് മലയാളി ഓഡിയൻസ് 2 കൊല്ലം സിനിമ ചെയ്യാതിരുന്നാൽ ഫീൽഡ് ഔട്ട് ആവും, ബാക്കി ആന്ധ്രയും തമിഴ്നാട് ഓഡിയൻസ് ഒന്നും അങ്ങനെയല്ല, അവരൊക്കെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അറിവിൽ ദുൽഖർ ഫീൽഡ് ഔട്ട് ആയെന്ന് ഇതുവരെ ഹേറ്റേഴ്സ് പോലും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. നല്ല സിനിമയാണെങ്കിൽ അത് 2-3 കൊല്ലം എടുത്തിട്ട് ചെയ്താൽ മതി. ആരെപ്പോൾ എല്ലാ കൊല്ലവും സിനിമ വേണമെന്ന് പറയുന്നത്? നല്ല സിനിമകൾ ചെയ്താൽ മതി. വേണ്ട വേണ്ടിക്ക് സിനിമ ചെയ്യേണ്ട ഒരാവശ്യമില്ല. മലയാള സിനിമ തന്നെ ചെയ്യണതുമില്ല. തമിഴായാലും കുഴപ്പമില്ല, കന്നഡ ആയാലും കുഴപ്പമില്ല, മലയാളികൾ എല്ലാം കാണും, ഒരു പ്രശ്നമില്ല അതിൽ. അപ്പം അങ്ങനെ ലാസ്റ്റ് പൃഥ്വിരാജിൻ്റെ ചാൻസ് എത്തിയപ്പോൾ എമ്പുരാന് ശേഷം അങ്ങനെ വലിയ ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വിലായത്ത് ബുദ്ധൻ്റെ ഇൻ്റർവ്യൂ വന്നപ്പോഴാണ് പുള്ളി എമ്പുരാനെ കുറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൊടുത്ത ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് മൈ ഫെയിലിയർ. അതായത് ആ സിനിമ എൻ്റെ ഒരു ഫെയിലിയർ ആയിരുന്നു, ഞാൻ ഇനി അത് ബെറ്റർ ആക്കണം, ഞാൻ വിചാരിച്ച പോലെ വന്നില്ല, അതെന്തൊക്കെയോ പ്രശ്നം പറ്റി, അത് എൻ്റെ തെറ്റാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡിഫറൻസ്.